ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് പാനൽ സ്റ്റേഷൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് യൂസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് നമുക്ക് ഫോൺ പേ ഗിഫ്റ്റ് കാർഡിലേക്ക് എങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ് 650 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 100 രൂപയായിട്ട് റെഡീം ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതും ഫോൺ പേ ഗിഫ്റ്റ് കാർഡ് വൗച്ചറായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ വൗച്ചർ നമ്പറൊക്കെ കിട്ടുന്നതായിരിക്കും. അതാണ് നമുക്ക് റെഡീം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇത് റെഡീം ചെയ്ത് നമുക്ക് ഫോൺ പേയുടെ ഗിഫ്റ്റ് കാർഡ് വൗച്ചർ വന്ന ശേഷം അത് റുപ്പീസിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. നമുക്ക് ഫോൺ പേ വന്ന ഗിഫ്റ്റ് കാർഡ് എമൗണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ വാലറ്റിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഇവിടെ വേണ്ട ഹിസ്റ്ററി എന്നുള്ള ഇവിടെ നമുക്ക് മുകളിലുള്ള ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് അവിടെ വൗച്ചർ കോഡ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ വിഡ്രോ ചെയ്ത് നിങ്ങൾ റെഡീം ചെയ്ത് ഏകദേശം ഒരു 4-5 ദിവസത്തിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ആ വൗച്ചർ കോഡ് വരുന്നത്. അത് നിങ്ങൾക്ക് മെയിൽ വഴി കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് മെയിൽ അവർ അയക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വൗച്ചർ കോഡ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മെയിൽ തരുന്നതായിരിക്കും. മെയിൽ വന്ന ഉടൻ തന്നെ നമ്മൾ പാനൽ സ്റ്റേഷൻ വരിക. അതിനുശേഷം നേരെ ഹിസ്റ്ററി എന്നുള്ള ഇവിടെ മുകളിൽ കാണുന്ന ഡാഷ്ബോർഡ് കഴിഞ്ഞിട്ടുള്ള ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം താഴോട്ട് വരിക. താഴോട്ട് വരാൻ നേരത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു വൗച്ചർ കോഡും അതിൻ്റെ ഒപ്പം തന്നെ ഒരു പിൻ നമ്പരും കാണുന്നതായിരിക്കും. ഈ വൗച്ചർ കോഡും ഈ പിൻ നമ്പറും വെച്ച് നമുക്ക് ഫോൺ പേ ഗിഫ്റ്റ് കാർഡ് വൗച്ചറായിട്ട് റെഡീം ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യമേ ഓപ്പൺ ചെയ്യേണ്ടത് ഫോൺ പേ ആണ്. ഫോൺ പേ നിങ്ങൾക്ക് ഗിഫ്റ്റ് കാർഡ് വൗച്ചറായി വരുന്ന എമൗണ്ട് നിങ്ങൾക്ക് ഇന്ത്യൻ റുപ്പീസിലേക്ക്, അതായത് നമുക്ക് മണിയായിട്ട് തന്നെ നമ്മുടെ വാലറ്റിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മളിവിടെ അക്കൗണ്ട് എന്നുള്ള ആ ഓപ്ഷനിൽ മുകളിലുള്ള അക്കൗണ്ട് എന്നുള്ള ആ ഓപ്ഷൻ നിങ്ങളുടെ പ്രൊഫൈലുള്ള ആ ഓപ്ഷനിലാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഗിഫ്റ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഗിഫ്റ്റ് കാർഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ക്ലെയിം ഗിഫ്റ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ആ വൗച്ചർ നമ്പർ ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ വൗച്ചർ നമ്പറാണ്. നമ്മൾ നമ്പർ മാത്രമായിട്ട് അടിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം പിൻ നമ്പർ ചോദിക്കും. അതിനകത്ത് അവരൊരു പിൻ നമ്പർ നമുക്ക് തരുന്നുണ്ട്. ആ പിൻ നമ്പർ നിങ്ങൾ അടിച്ച ശേഷം ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വളരെ സിമ്പിളാണ്. കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കുന്നത് നമുക്ക് 100 രൂപ ആഡായി വന്നിട്ടുണ്ട്. ഇത് ഇനി നമ്മുടെ ബാങ്കിൻ്റെ വാലറ്റിലേക്ക് നിങ്ങളുടെ ഏത് ബാങ്ക് അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നത് അതിലേക്ക് സെൻഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അതെങ്ങനെ സെൻഡ് ചെയ്യണമെന്ന് അറിയാൻ മേലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ വേറെ വീണ്ടും ഷൂട്ട് ചെയ്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി എങ്ങനെ റെഡീം ചെയ്യാന്നുള്ള. പാനൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ 100% ജെന്യുവിനാണ്. നിങ്ങൾക്ക് ഈ എമൗണ്ടൊക്കെ നല്ലത് തന്നെ കിട്ടുന്നതായിരിക്കും. കാരണം പാനൽ സ്റ്റേഷന് അത്യാവശ്യം സർവീസ് അത്യാവശ്യം നല്ലത് തന്നെ ഉള്ള റേറ്റഡ് ആയിട്ടുള്ള സർവീസ് കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ തീർച്ചയായും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും.